നമസ്കാരം. ഇന്നത്തെ പ്രാദേശിക വാർത്തകളുമായി ഷാജി കടക്കൽ. ഇന്ന് ഏപ്രിൽ 12 ശനി 2025 വാർത്തകളിലേക്ക്. മലപ്പുറം ചുങ്കത്തറയിലെ വിവാദ പ്രസംഗത്തിൽ വെള്ളാപ്പള്ളി നടേശനെ പിന്തുണച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിലവിലുള്ള യാഥാർത്ഥ്യം വെച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എതിരെയാണ് വെള്ളാപ്പള്ളിയുടെ പരാമർശമെന്നും ആ രാഷ്ട്രീയ പാർട്ടിയെ സംരക്ഷിക്കാൻ താൽപ്പര്യമുള്ളവരെല്ലാം കൂടി അതിനെതിരെ രംഗത്ത് വന്നതാണെന്നും മുഖ്യമന്ത്രി ന്യായീകരിച്ചു. SNDP യോഗത്തിൻ്റെ SN ട്രസ്റ്റിൻ്റെയും തലപ്പത്ത് 3 പതിറ്റാണ്ട് പൂർത്തിയാക്കിയ വെള്ളാപ്പള്ളിയെ അനുമോദിക്കുന്ന ചടങ്ങിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പരസ്യ പിന്തുണ. വയനാട് പുനരധിവാസത്തിൻ്റെ ഭാഗമായി ടൗൺഷിപ്പ് നിർമ്മിക്കാനായി എൽസൺ എസ്റ്റേറ്റ് ഏറ്റെടുത്തു സർക്കാർ. നിയമതർക്കങ്ങൾക്കിടെയാണ് ഭൂമി ഏറ്റെടുത്തുകൊണ്ടുള്ള സർക്കാരിൻ്റെ നീക്കം. എസ്റ്റേറ്റ് ഏറ്റെടുത്തായി എൽസ്റ്റൺ കളക്ടർ നോട്ടീസ് പതിച്ചിട്ടുമുണ്ട്. ഹൈക്കോടതി ഉത്തരവ് 1 മണിക്കൂറിനുള്ളിലാണ് നടപടി. 64.4705 ഹെക്ടർ ഭൂമിയാണ് ദുരന്ത നിവാരണ ഉത്തരവ് പ്രകാരം ഏറ്റെടുത്തിട്ടുള്ളത്. ഇന്നു മുതൽ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായുള്ള നടപടികൾ തുടങ്ങുമെന്നാണ് വിവരം. എക്സാലോജിക് കുറ്റപത്രം രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗം മാത്രമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. എക്സാലോജിക്കിനെ വലിച്ചിഴയ്ക്കുന്ന എന്തിനെന്ന് സൂക്ഷ്മ പരിശോധന നടത്തിയാൽ പിണറായി വിജയന്റെ പേരിലേക്ക് എത്തുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. എക്സാലോജിക്കും CMRL തമ്മിലുള്ള കരാർ തുകയാണ് കൈമാറിയിട്ടുള്ളതെന്നും സാമ്പത്തിക ഇടപാട് സുതാര്യമാണെന്നും മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് വീണയെ വലിച്ചിഴക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മാസപ്പടി കേസിൽ വീണയ്ക്കെതിരായ കേസിൽ ലക്ഷ്യം മുഖ്യമന്ത്രി എന്ന CPMൻ്റെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും നിലപാട് തള്ളി CPI. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരായ കേസ് LDFിൻ്റെ കേസാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വ്യക്തമാക്കി. താമരശ്ശേരിയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിനെ കൊലപ്പെടുത്തിയ കേസിൽ കുറ്റാരോപിതരായ 6 വിദ്യാർത്ഥികൾക്ക് ജാമ്യമില്ല. പ്രതികളായ വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷ കോഴിക്കോട് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻ കോടതി തള്ളി. ജുവനൈൽ ബോർഡ് ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് ഇവർ ജില്ലാ കോടതിയെ സമീപിച്ചത്. ആഫ്രിക്കയുടെ കിഴക്ക് ഭാഗവുമായി ചേർന്ന് കിടക്കുന്ന ഫ്രഞ്ച് അധിനിവേശ പ്രദേശമായ റീയൂണിയൻ ദ്വീപുകളിൽ ചിക്കൻ ഗുനിയ വ്യാപനം ഉണ്ടായ സാഹചര്യത്തിൽ കേരളം കരുതിയിരിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. 2006-2007 കാലഘട്ടത്തിലാണ് ഇതിനു മുമ്പ് വ്യാപകമായ ചിക്കൻ ഗുനിയ ബാധ ഉണ്ടായത്. ലോകാരോഗ്യ സംഘടന വിദഗ്ധരുടെയും യോഗം വിളിച്ചു ചേർക്കുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിലാണ് ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയെന്നും മന്ത്രി വ്യക്തമാക്കി. മുനമ്പം ഭൂമി വിഷയത്തിൽ നിർണായകമായ ചോദ്യമായി വഖഫ് ട്രിബ്യൂണൽ. വഖഫിൽ രജിസ്റ്റർ ചെയ്ത ഭൂമിക്ക് മാത്രമല്ല വിൽപ്പനയ്ക്ക് തടസ്സമുള്ളൂ എന്ന ചോദ്യമാണ് ട്രിബ്യൂണൽ ചെയർമാൻ രാജൻ തട്ടിൽ ഉന്നയിച്ചത്. മുനമ്പം കേസിൽ ഇന്നലെ വഖഫ് ട്രിബ്യൂണൽ നടന്ന വാദത്തിനിടെയാണ് രാജൻ തട്ടിലിൻ്റെ ചോദ്യം. ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ പോലീസ് എടുത്ത പോക്സോ കേസ് ഹൈക്കോടതി റദ്ദാക്കി. സ്ഥാപനത്തിനും എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാർ ഉൾപ്പെടെ 6 ജീവനക്കാർക്കുമെതിരെയാണ് കേസെടുത്തിരുന്നത്. ലഹരിക്കെതിരായ പരമ്പരയിലെ വിവരങ്ങളുടെ പേരിലാണ് മാധ്യമത്തിനെതിരെ പോലീസ് കേസെടുത്തിരുന്നത്. പരമ്പര സദുദ്ദേശപരമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ പോക്സോ കേസ് റദ്ദാക്കിയുള്ള ഹൈക്കോടതി വിധി നീതി ന്യായ വ്യവസ്ഥയിൽ വിശ്വാസം ഉറപ്പിക്കുന്ന വിധിയാണെന്ന് പ്രതിഷേധിച്ച VD സതീശൻ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുസമൂഹത്തോടും ഏഷ്യാനെറ്റ് ന്യൂസിനോടും മാപ്പ് പറയണമെന്നും VD സതീശൻ ആവശ്യപ്പെട്ടു. സർക്കാരിനും മുഖ്യമന്ത്രിക്കും ഏറ്റ കനത്ത പ്രഹരമായിരുന്നു എന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. ഇനിയെങ്കിലും മുഖ്യമന്ത്രി പാഠം പഠിക്കണമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. വിവാദ മലപ്പുറം പ്രസംഗത്തിൽ ശ്രവണം നടത്താൻ വെള്ളാപ്പള്ളി നടേശൻ സന്നദ്ധ അറിയിച്ചെന്ന് INL സംസ്ഥാന അധ്യക്ഷൻ AP അബ്ദുൽ വഹാബ്. പരാമർശൻ INLന്റെ പ്രതിഷേധവും അതുമായി ബന്ധപ്പെട്ട ആശങ്കയും വെള്ളാപ്പള്ളിയെ അറിയിച്ചിരുന്നു. പിന്നോക്ക സംവരണ മുന്നണിയുടെ ഭാഗമായി വെള്ളാപ്പള്ളിയെ ഉപയോഗിച്ച് മുസ്ലിം ലീഗ് അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ അവഗണിച്ചതാണ് പ്രസ്താവനയ്ക്ക് കാരണം. കെട്ടിടത്തിന് ലൈസൻസ് നൽകാമെന്ന് വാഗ്ദാനം നൽകി കൈക്കൂലി വാങ്ങിയ ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് സസ്പെൻഷൻ. തൃക്കാക്കര നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർ നിതീഷ് റോയിയാണ് അന്വേഷണ വിധേയമായി പ്രിൻസിപ്പൽ ഡയറക്ടറെ സസ്പെൻഡ് ചെയ്തത്. റെസിഡൻഷ്യൽ കെട്ടിടത്തിന് ലൈസൻസിന് നൽകാമെന്ന് വാഗ്ദാനം നൽകി 8,000 രൂപയാണ് വാങ്ങിയത്. തൃക്കാക്കര നഗരസഭാ സെക്രട്ടറിക്ക് മുന്നിൽ പണം വാങ്ങിയതായി സമ്മതിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. 5 സബ്സിഡി ഇനങ്ങളുടെ വില ഇന്നു മുതൽ സപ്ലൈകോ വിൽപ്പനശാലകളിൽ കുറയും. തൂരപ്പരിപ്പ്, മുളക്, കടല, ഉഴുന്ന്, വൻപയർ എന്നിവയ്ക്കാണ് 4 മുതൽ 10 രൂപ വരെ കിലോഗ്രാമിന് കുറയുക. മലപ്പുറം മകരപ്പറമ്പിൽ കിണറ്റിൽ വീണയാളെ നാട്ടുകാരും അഗ്നിരക്ഷാ സേനയും ചേർന്ന് രക്ഷപ്പെടുത്തി. കിണറ്റിൽ നിന്ന് പുറത്തെത്തിച്ചപ്പോഴാണ് ഇയാൾ മോഷ്ടാവാണെന്ന് തിരിച്ചറിഞ്ഞത്. പ്രദേശവാസിയായ നാസർ സമീപത്തെ വീടിന്റെ മതിൽ ചാടിക്കിടക്കുന്ന CCTV ദൃശ്യങ്ങളും പുറത്തു വന്നു. മാള കീഴൂരിലെ 6 വയസ്സുകാരനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ തെളിവെടുപ്പിനിടെ പോലീസിന് മുന്നിൽ കൂസലില്ലാതെ വിവരിച്ച് പ്രതി ജോജോ. നാട്ടുകാരുടെ കനത്ത രോഷത്തോടെ പ്രതി 6 വയസ്സുകാരനെ മുക്കിക്കൊന്ന കുളക്കരയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി പോലീസ്. കൊല്ലപ്പെട്ട 6 വയസ്സുകാരൻ്റെ മൃതദേഹം ഇന്നലെ വൈകിട്ടോടെ കൂഴൂരിലെ ഇടവക പള്ളിയിൽ സംസ്കരിച്ചു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ പോലീസ് ആദ്യ കുറ്റപത്രം നൽകി. ശേഷിക്കുന്ന 19 കേസുകൾ 3 മാസത്തിനകം കുറ്റപത്രം നൽകുമെന്നും പോലീസ് അറിയിച്ചു. കേസിൽ CPM നേതാക്കളുടെ പങ്ക് അന്വേഷിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. കാഞ്ഞിരപ്പള്ളിയിൽ കുഴിമന്തി കഴിച്ച 15 പേർക്ക് ഭക്ഷ്യ വിഷബാധ
ഏറ്റതായി പരാതി. 26 മൈലിൽ ഫാസ് എന്ന സ്ഥാപനത്തിൽ നിന്ന് കുഴിമന്തി കഴിച്ചവർക്കാണ് ഭക്ഷ്യവിഷബാധ ഏറ്റത്. ഇവരെ കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലും പിന്നീട് വിവിധ സ്വകാര്യ ആശുപത്രികളിലും പ്രവേശിപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കരിങ്കൊടി പ്രതിഷേധമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഓൾ ഇന്ത്യ പോലീസ് ബാഡ്മിൻ്റൺ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യുന്നതിന് കൊച്ചിയിലെത്തിയപ്പോഴായിരുന്നു പ്രവർത്തകർ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചത്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസ് വിചാരണ കോടതി മെയ് 21 വീണ്ടും പരിഗണിക്കും. അന്തിമവാദത്തിന് കൂടുതൽ സമയം വേണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടു. ഇതിനായി പ്രത്യേക അപേക്ഷ നൽകി. ഈ അപേക്ഷ മെയ് 21 പരിഗണിക്കും. കേസിലെ മുഖ്യപ്രതി പൾസർ സുനി ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയിരുന്നു. 7 വർഷത്തിന് ശേഷമാണ് പ്രതിക്ക് ജാമ്യം ലഭിച്ചത്. കേരള സർവകലാശാല MBA ഉത്തരക്കടലാസ് കാണാതായ സംഭവത്തിൽ പുനഃപരീക്ഷ എഴുതാത്ത വിദ്യാർത്ഥികൾക്ക് അക്കാദമിക് റെക്കോർഡ് പരിശോധിച്ച് ശരാശരി മാർക്ക് നൽകാൻ ലോ ആക്ട് നിർദ്ദേശം. 3ാം സെമസ്റ്ററിലെ പ്രൊജക്ട് ഫിനാൻസ് പേപ്പറിന് ശരാശരി മാർക്ക് നൽകണമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. MBA വിദ്യാർത്ഥി അഞ്ജന പ്രദീപിന്റെ ഹർജിയിലാണ് ലോ ആക്ട് റിവിഷൻ ബെഞ്ചിന്റെ നടപടി. വീടിന് തീപിടിച്ച് വീട്ടമ്മ മരിച്ചു. കോട്ടയം എരുമേലി കനകപ്പത്തലിലാണ് സംഭവം. സീതമ്മ ആണ് മരിച്ചത്. ഇവരുടെ ഭർത്താവിനും മക്കളായ അഞ്ജലി, ഉണ്ണിക്കുട്ടൻ എന്നിവർക്കും ഗുരുതരമായി പൊള്ളലേറ്റു. പരിക്കേറ്റവരെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കുടുംബകലഹത്തെ തുടർന്ന് ഭർത്താവ് സത്യപാലൻ വീടിന് തീയിട്ടതാണ് സംശയം. സംസ്ഥാനത്തെ അതിഥി തൊഴിലാളികളുടെ എണ്ണം ഈ വർഷം 40 ലക്ഷം പിന്നിട്ടുവെന്ന് സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് കണക്കുകൾ വിശദമാക്കുന്നു. 2030 അത് 56 ലക്ഷത്തിലെത്തുമെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ജില്ലയിലെ ആകെ അവിദഗ്ധ തൊഴിലാളികൾ 50% മറ്റ് സംസ്ഥാനത്തെത്തുന്നവരാണെന്നാണ് കണക്കുകൾ പറയുന്നത്. മുംബൈ ഭീകരാക്രമണ കേസിൽ US നിന്ന് ഇന്ത്യയിലെത്തിയ തഹാവൂർ റാണയെ താമസിപ്പിക്കുക. NIA ആസ്ഥാനത്ത് അതീവ സുരക്ഷയുള്ള 14 അടി നീളവും 14 അടി വീതിയുമുള്ള സെല്ലായിരിക്കും ഇയാളെ ചോദ്യം ചെയ്യുക. CCTV നിരീക്ഷണവും 24 മണിക്കൂറും സുരക്ഷാ കാവലും ഉണ്ടായിരിക്കും. 2008 മുംബൈ ഭീകരാക്രമണത്തിലെ പ്രധാന പ്രതിയായ തഹാവൂർ ഹുസൈൻ റാണയെ വ്യാഴാഴ്ചയാണ് അമേരിക്കയിൽ നിന്ന് നാട് കടത്തിയതിനെ തുടർന്ന് ഇന്ത്യക്ക് കൈമാറിയത്. തമിഴ്നാട്ടിലെ AIDMK വീണ്ടും NDAയിൽ ചേർന്നു. 2026 നിയമസഭ തെരഞ്ഞെടുപ്പിൽ ഒന്നിച്ച് മത്സരിക്കുമെന്നും അമിത്ഷാ പറഞ്ഞു. എടപ്പാളി പളനിസ്വാമിയുടെ സാന്നിധ്യത്തിലായിരുന്നു അമിത്ഷായുടെ പ്രഖ്യാപനം. തമിഴ്നാട്ടിൽ NDA സഖ്യം അധികാരത്തിലെത്തുമെന്നും എടപ്പാളി നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും AIDMK NDAയിൽ ചേരുന്നത് ഒരു ഉപാധിയും ഇല്ലാതെയാണെന്നും അമിത്ഷാ പറഞ്ഞു. തമിഴ്നാട്ടിൽ K അണ്ണാമലയ്ക്ക് പകരം നയനാർ നാഗേന്ദ്രൻ BJP അധ്യക്ഷനാകും. ചെന്നൈയിലെ പാർട്ടി ആസ്ഥാനത്ത് എത്തിയാണ് നയനാർ പത്രിക നൽകിയത്. കർണാടകയിൽ ജാതി സെൻസസ് റിപ്പോർട്ട് ക്യാബിനറ്റിൽ വെച്ചു. ഇന്നലെ ചേർന്ന ക്യാബിനറ്റ് യോഗത്തിലാണ് റിപ്പോർട്ട് ചർച്ചയ്ക്ക് എടുക്കാൻ തീരുമാനിച്ചത്. ഏപ്രിൽ 17 ജാതി സെൻസസ് ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രം ക്യാബിനറ്റ് യോഗമുണ്ടാകും. സാമൂഹ്യ സാമ്പത്തിക വിദ്യാഭ്യാസ സർവേ റിപ്പോർട്ട് എന്നാണ് ജാതി സെൻസസ് റിപ്പോർട്ടിനെ ഔദ്യോഗികമായി വിശേഷിപ്പിക്കുന്നത്. ബാംഗ്ലൂരിൽ ബൈക്കിൽ ആൺകുട്ടികൾക്കൊപ്പം ഇരിക്കുകയായിരുന്ന ബുർഖയിട്ട പെൺകുട്ടിക്ക് നേരെയുണ്ടായ സാധ്യത ആക്രമണത്തിൽ പ്രായപൂർത്തിയാകാത്ത ഒരാളടക്കം 5 പേർ അറസ്റ്റിൽ. വാരാണസിയിൽ 21 പേർ ചേർന്ന് 19 കൂട്ടബലാത്സംഗ കേസിൽ 10 പ്രതികൾക്കെതിരെ കർശന നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.